Hey, hello, welcome back to another video. ഹോണ്ട ഹോർണറ്റ് 2.0 2025 മോഡൽ അങ്ങനെ ഹോണ്ട ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ പ്രീവിയസ് മോഡലിനെ വെച്ച് കുറച്ച് ഫീച്ചേഴ്സിലെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ റീലോഞ്ച് ചെയ്തിട്ടുള്ളത്. റീസെൻ്റ്ലി ആണ് ഹോണ്ട അവരുടെ അഡ്വഞ്ചർ ടൂറിങ്ങിൽ വരുന്ന ഹോണ്ട CB200X എന്ന് പറഞ്ഞ മോഡലിൽ റീനെയിം ചെയ്ത് കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ഓൺ ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ NX200 ആണ് ഇപ്പം റീസെൻ്റ്ലി വന്ന നെയിം കാര്യങ്ങളും. ആ ഒരു സെയിം എൻജിൻ വെച്ച് പറ്റുന്ന ഒരു അഡ്വഞ്ചർ ടൂർ കാറ്റഗറിയിലോട്ട് അവർ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് NX200. സോ അതേപോലെ തന്നെയുള്ള ഒത്തിരിയേറെ ഫീച്ചേഴ്സ് ഈ ഒരു മോഡലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഹോർണറ്റ് 2.0 വന്നിട്ടുള്ള അപ്ഡേറ്റ്സ്, എത്ര റെലവൻ്റ് ആണ്, പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്തൊക്കെയാണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കിയാലോ. ദെൻ ലെറ്റ്സ് ഗോ. സോ ഇന്നത്തെ പോലെ ഡിസൈൻ തന്നെ ഫസ്റ്റ് നോക്കാം. ഡിസൈൻ വൈസ് യാതൊരു അപ്ഡേഷനും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടില്ല. പ്രീവിയസ് മോഡലുള്ള ആ ഒരു എക്സാക്ട് സെയിം ഡിസൈൻ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ളത് ആ ഒരു ഗ്രാഫിക്സ് വർക്കും അതുപോലെ തന്നെ കളർ വേരിയൻസിലുമാണ്. ഇപ്പോൾ ആഡ് ഓൺ ആയിട്ട് വേറെ കളർ വേരിയൻസ് വന്നിട്ടുണ്ട്. 5 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൻ്റെ മീറ്റർ കൺസോൾ തന്നെയാണ്. ഇപ്പോൾ പ്രീവിയസ്ലി നമുക്കൊരു LCD മീറ്റർ കൺസോൾ ആണ് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു മോഡലിൽ TFT മീറ്റർ കൺസോൾ ആണ് നൽകിയിട്ടുള്ളത്. 4.2 ഇഞ്ചിൻ്റെ ഒരു TFT മീറ്റർ കൺസോൾ നൽകിയിട്ടുണ്ട്. അതിൽ ട്രിപ്പ് മീറ്റർ, ലോഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, 10/10 നാവിഗേഷൻ, ഡ്യൂട്ടി കണക്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഹോണ്ട ഈ ഒരു മീറ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. സോ റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മീറ്റേഴ്സും അവർ TFT മീറ്റർ കൺസോൾ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു NX200ലും ഈ ഒരു സെയിം എക്സാക്ട് മീറ്റർ തന്നെയാണ് അതിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ ബ്രേക്കിൻ്റെ പോർഷനിൽ ഡ്യുവൽ ചാനൽ ABS ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ടയർ സെക്ഷൻ ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് 110ഉം അതിലെ റയർ പോർഷനിൽ 140 ആണ് ടയർ സെക്ഷൻ തന്നിട്ടുള്ളത്. 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോർണർ സ്റ്റെബിലിറ്റി ഈ ഒരു മോഡലിൽ കിട്ടും. കാരണം 140 സെക്ഷൻ റയറിലും 110 സെക്ഷൻ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോർണർ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്കിങ്ങും ഈ ഒരു ടയറിൻ്റെ പോർഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എഞ്ചിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ 184cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽ ഇപ്പോഴും എയർ കൂളിംഗ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഓയിൽ കൂളിങ്ങോ ഈവൻ ഒരു ലിക്വിഡ് കൂളിങ്ങോ ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തില്ല. ഒരു 160cc പോലും ശരിക്കും പറഞ്ഞാൽ ഓയിൽ കൂളിങ്ങും ലിക്വിഡ് കൂളിങ്ങും ആണ് ഇപ്പോൾ എല്ലാ മോഡൽസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ടും ഹോണ്ട ഈ ഒരു മോഡലിൽ എയർ കൂളിംഗ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, പെർഫോമൻസ് പോർഷൻ നോക്കുകയാണെങ്കിൽ 16.7 PS 15.7 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് മോഡലിൽ വെച്ച് കാര്യമായ ഒരു അപ്ഗ്രേഡോ ചേഞ്ചോ ഒന്നും എഞ്ചിൻ പോർഷനിൽ വന്നിട്ടില്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. വിത്ത് സ്ലിപ്പ് ചെസ്റ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മോഡലോട്ട് വന്നപ്പോൾ അവർ ആഡ് ഓൺ ആയിട്ട് ട്രാക്ഷൻ കൺട്രോളിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു ആഡ് ഓൺ ഫീച്ചറാണ്. സസ്പെൻഷൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് USA സസ്പെൻഷൻ ആണ് നൽകിയിട്ടുള്ളത് വിത്ത് ഗോൾഡൻ ഫോർക്കാണ്. സോ ആ ഒരു ലുക്ക് വൈസ് തന്നെ ഒരു ഗോൾഡൻ ഫോർക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് റയർ പോർഷനിലോട്ട് വരുവാണെങ്കിൽ പ്രീ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷൻ ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 142 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. സോ അത്യാവശ്യം മോശമില്ലാത്തൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഒരു 180cc വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 12 ലിറ്റേഴ്സ് ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ആൻഡ് ഹെഡ്ലൈറ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. ടെയിൽ ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം LED ആണ്. സോ ഒരു കംപ്ലീറ്റ്ലി LED സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ നമുക്ക് ഒരു USB ചാർജിംഗ് ബോർഡ് കൂടി ആഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പ്ലിറ്റ് സീറ്റ് ആണ് നൽകിയിട്ടുള്ളത്. സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നമുക്ക് 5 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൈസിങ്ങിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ എറൗണ്ട് ഒരു 14,000 രൂപയാണ് ഈ ഒരു മോഡലിൽ അവർ കൂട്ടിയിട്ടുള്ളത്. സോ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ, അതുപോലെ ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തതിന് ഒരു 14 രൂപയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,57,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ആരൊക്കെ ഈ ഒരു മോഡൽ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 160ക്ക് അബോവ് പെർഫോമൻസ് നോക്കുന്നത് 200 സെഗ്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഒരു 180cc സെഗ്മെൻറ്റിൽ വരുന്ന മോട്ടോർ സൈക്കിളാണ്. ആൻഡ് പെർഫെക്റ്റ്ലി ഇതൊരു സിറ്റി റൈഡിന് കോമ്പാക്ട് ചെയ്യുന്ന രീതി തന്നെയാണ് അതിൻ്റെ ഒരു ലുക്കും അതിലുള്ള പെർഫോമൻസും എല്ലാം ഹോണ്ട നൽകിയിട്ടുള്ളത്. സോ ഓൾറെഡി നിങ്ങൾക്കൊരു ലോങ് റൈഡിനാണെങ്കിലും ഇത് കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ആൻഡ് റിഫൈൻമെൻറ്റ് പോർഷൻ നിങ്ങൾ നോക്കേണ്ട, ഹോണ്ടയുടെ എഞ്ചിൻ തന്നെയാണ്. പക്ക റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് മൈലേജിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു 40 to 45 ഇടയിലൊരു ഡീസൻറ്റ് മൈലേജ് ആണ് നിലവിൽ ഈ ഒരു മോഡൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ലേറ്റസ്റ്റ് മോഡലിനും കാര്യമായ ഒരു മൈലേജ് ഡ്രോപ്പ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള മൈലേജ് ഈ ഒരു മോഡൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഹോർണറ്റ് 2.0യുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 മോഡലിൻ്റെ ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ആക്കി. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മോഡലിനെ പറ്റി തോന്നുന്നത് എന്നാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.